ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് അമ്മൂൻ്റെ പിറന്നാളാണ്. അപ്പോൾ പിറന്നാൾ ദിവസത്തേക്കാണ് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് അമ്മൂൻ്റെ പിറന്നാളിൻ്റെയും പിന്നെ ബർത്ത്ഡേൻ്റെയും കൂടിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പിറന്നാളിന് നമ്മൾ അമ്പലത്തിൽ പോയി, ബർത്ത്ഡേക്ക് നമ്മൾ കേക്ക് കട്ട് ചെയ്തു, അതാണ് ഉണ്ടായത്. അപ്പം അമ്പലത്തിൽ പോകാൻ വേണ്ടി എല്ലാവരും റെഡിയായി. അങ്ങനെ റെഡിയായി നിന്നപ്പോഴാണ് അനിയനും അമ്മൂനും സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്തത്. ഐഫോണാണ് കൊടുത്തത് കേട്ടോ. അമ്മൂന് കുറേ ആയിട്ട് ഫോണ് ഉണ്ടായിരുന്നു, പഴയ ഒരു സെറ്റായിരുന്നു. അപ്പോൾ അതിട്ടായിരുന്നു അമ്മു ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിരുന്നത്. അപ്പോൾ ഒരു ഐഫോൺ കിട്ടിയതിൻ്റെ ത്രില്ലിലാണ് അമ്മു. പിന്നെ ഞങ്ങളെല്ലാവരും ഇവിടെ പോവുകയാണ്, ബയങ്കാവിലേക്കാണ് പോകണം കേട്ടോ. അപ്പോൾ കുറേ ആയിട്ട് നന്ദുട്ടൻ പറയുന്നുണ്ടായിരുന്നു നമുക്ക് ബയങ്കാവ് പോകണം എന്ന്. അപ്പോൾ ബയങ്കാവ് പോകാനും അവിടെ പോയി തൊഴാനും ഉള്ള ഇതുകൊണ്ടൊന്നുമല്ല കുട്ടി അത് പറയുന്നത്. കാരണം ബയങ്കാവ് അമ്പലത്തിൻ്റെ തൊട്ടടുത്തൊരു ഹോട്ടലുണ്ട്, നല്ല അടിപൊളി മസാല ദോശ കിട്ടും കേട്ടോ അവിടെ. അപ്പോൾ അതുകൊണ്ടാണ് നന്ദുട്ടൻ അത് പറയണത്. അവിടുത്തെ മസാല ദോശ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു രുചി എപ്പോഴും നമ്മൾ വായിലുണ്ടാവും. പിന്നെ എപ്പോഴും അതിൽ കൂടെ ഒക്കെ പോകുമ്പോൾ നമുക്ക് കയറി കഴിക്കാനൊക്കെ തോന്നും കേട്ടോ. അപ്പം ജസ്റ്റ് ഇനിയിപ്പോൾ അമ്പലത്തിൽ പോകുന്നവരാണെങ്കിലും അതിൽ കൂടെ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക, നിങ്ങൾക്കും അതേപോലെ തന്നെ ആവും. നല്ല അടിപൊളി മസാല ദോശയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് നന്ദുട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഹോട്ടലിൽ പോകുന്നത്. അപ്പോൾ നന്ദുട്ടൻ അവിടെ എത്തിയപ്പോൾ തന്നെ ഇങ്ങനെ അയ്യോ എനിക്ക് വിശക്കുന്നുണ്ട് പോലെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കയറി. അപ്പോൾ ഇതാ മസാല ദോശ കഴിച്ചുകൊണ്ടിരിക്കുക. നന്ദുട്ടനും അമ്മും മസാല ദോശ വാങ്ങി, ബാക്കി ഞാനും ഉണ്ണിയും അമ്മയും നെയ്ദോശയാണ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും വീട്ടിലേക്ക് പോവുകയാണ്. പോയിട്ട് ഞാൻ നേരെ പിന്നെ ഷോപ്പിലേക്ക് പോവുകയാണ്. കാരണം വീട്ടിലെത്തിയപ്പോൾ തന്നെ 10 മണി ആവാനായിട്ടുണ്ടായിരുന്നു. 10 മണിക്ക് നമ്മൾ ഷോപ്പ് ഓപ്പൺ ആക്കും. അപ്പോൾ വേഗം ഷോപ്പിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഷോപ്പിലേക്ക് വന്നപ്പോൾ നമ്മളെ വിസിറ്റിംഗ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഷോപ്പ് ഇപ്പോൾ 1 മാസം കഴിഞ്ഞിട്ടുണ്ട് ഓപ്പൺ ആക്കിയിട്ട്, പക്ഷേ വിസിറ്റിംഗ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഷോപ്പിൻ്റെ പേര് വെച്ചിട്ടുള്ള കവറും ഇല്ല. അപ്പോൾ അത് രണ്ടും സെറ്റാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിസിറ്റിംഗ് കാർഡ് ആദ്യം കിട്ടി, കവർ കിട്ടാൻ എന്തോ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി കിട്ടിയാൽ കംപ്ലീറ്റ് ആയി. ഇനി ഇത് ബർത്ത്ഡേൻ്റെ അന്നത്തെ നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് ആരമ്മോളും ഉണ്ണിയും അമ്മും കൂടിയാണ് കേക്ക് കട്ട് ചെയ്തത്. പിന്നെ എന്താ പറയുക, ഇങ്ങനത്തെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ചെറുതായിട്ട് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. ഇതൊന്നും വലിയ ആർഭാടമായിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ. ഒരു കുഞ്ഞൊരു കേക്ക് വാങ്ങുക, അത് കട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാതെ തന്നെ അനുഭവിക്കുന്ന കുറച്ച് സന്തോഷങ്ങളുണ്ടാവും. അതിപ്പോൾ അമ്മൂനാണെങ്കിലും ഉണ്ടാവും, നമ്മൾക്ക് എല്ലാവർക്കും ആണെങ്കിലും ആ ഒരു ടൈമിൽ കിട്ടുന്ന ഒരു സന്തോഷവും മെമ്മറീസും ഒക്കെ ഉണ്ട്. അത് കുറേ കാലം ചിലപ്പോൾ നമുക്ക് ഓർത്ത് വെക്കാനുള്ള ഒരുപാട് അനുഭവങ്ങളൊക്കെ തരും. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതേപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ ആഘോഷിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ചിലർക്ക് കാണുമ്പോൾ അതൊരു വലിയൊരു ആർഭാടമായിട്ടൊക്കെ തോന്നും, പക്ഷെ അങ്ങനെയല്ല. നമ്മുടെയൊക്കെ ആയുസ് എത്ര വരെയാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ചിലപ്പോൾ ഇന്ന്, ചിലപ്പോൾ നാളെ, അങ്ങനെയൊക്കെ ആയിട്ടാണ് എല്ലാവരും പോണത്. എപ്പോഴാണ് എന്താ സംഭവിക്കുകയെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ കിട്ടുന്ന സമയത്ത് സന്തോഷമായിട്ടിരിക്കുക. വെറുതെ വാശിയും കാര്യങ്ങളൊക്കെ കാണിച്ച് പരസ്പരം എന്തിനാ വെറുതെ വെറുപ്പ് സമ്പാദിച്ച് വെക്കുന്നതിനേക്കാളും നല്ലത് ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുക. അത് ഒരാൾ മാത്രം വിചാരിച്ചാൽ സാധിക്കുന്ന കാര്യമല്ല. എല്ലാവരും വിചാരിക്കാൻ മാത്രമാണ് നമ്മുടെ കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കുക. എല്ലാവരും മനസ്സിലാക്കി, എല്ലാവരും പരിഗണിച്ച്, എല്ലാവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ മനസ്സിലാക്കി എന്തിനും ഏതിനും കൂടെ നിന്ന് അങ്ങനെ പോകുമ്പോഴാണ് ഒരു കുടുംബം ഭംഗിയുള്ളതായിട്ട് മാറുക. എൻ്റെ ജീവിതത്തിൽ എനിക്ക് പലതും ഫേസ് ചെയ്യേണ്ടി വന്നതുകൊണ്ടായിരിക്കാം അമ്മു എപ്പോഴും നമ്മളെ വീട്ടിൽ സന്തോഷമായിട്ടിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ. ജീവിതകാലം മുഴുവൻ നല്ല സന്തോഷമായിട്ട് അമ്മു ജീവിക്കട്ടെ.